നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കോൺഗ്രസിൽ വീണ്ടും ചേരിതിരിവ്. സമരസംഗമം പരിപാടിയിൽ സുധാകര വിഭാഗം പ്രതിഷേധവുമായി രംഗത്ത്. ഇനിയും തുടരുമെന്ന് കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളും ഉയർത്തി. പ്രതികരിച്ച് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ. ഇരിട്ടി എടക്കാനത്ത് നാട്ടുകാർക്ക് നേരെ അക്രമം. ഷുഹൈബ് വധക്കേസ് പ്രതി ഉൾപ്പെടെ 15 പേർക്കെതിരെ കേസ്. സംഭവം റിവർ വ്യൂ പോയിന്റിൽ വാഹന പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമെന്ന് വിലയിരുത്തൽ. പരോളിലിറങ്ങിയ കൊലക്കേസ് പ്രതി ബാലസംഘത്തിലെത്തി. CPM പ്രവർത്തകൻ ടെൻഷൻ ശ്രീജിത്താണ് പരിപാടിക്കെത്തിയത്. പങ്കെടുത്തത് ധർമ്മടം നോർത്ത് വില്ലേജ് സമ്മേളനത്തിൽ. BJP പ്രവർത്തകന്റെ കൊലക്കേസിലും ഇയാൾ പ്രതി. ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശനത്തിൽ CPM നേതാക്കൾ എത്തിയതും നേരത്തെ വിവാദത്തിൽ. വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ കോൺഗ്രസ് പരിപാടിയിൽ സുധാകര വിഭാഗത്തിന്റെ പ്രതിഷേധം. പരിപാടിക്ക് തൊട്ടുമുൻപ് സുധാകരന്റെ കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചു. സുധാകര അനുകൂല മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രതിഷേധം. പോസ്റ്ററിൽ സുധാകരന്റെ ഫോട്ടോ ഇല്ലാത്തതിനെതിരെ നേരത്തെ പ്രതിഷേധം ഉയർന്നിരുന്നു. സമരസംഗമം പരിപാടിയിലാണ് സുധാകര അനുകൂലികൾ പ്രതിഷേധിച്ചത്. കണ്ണൂരിൽ നടന്ന കോൺഗ്രസിന്റെ സമരസംഗമ വേദിയിലാണ് സുധാകരന്റെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ക്ഷുഭിതമാവുകയും പ്രവർത്തകരും വാക്തർക്കം ഉടലെടുക്കുകയും ചെയ്തു. എന്നാൽ വിവാദത്തിന്റെ കാര്യമില്ലെന്നാണ് DCC പ്രസിഡന്റ് പ്രതികരിച്ചത്. കണ്ണൂർ ജില്ലയിലുള്ള കണ്ണൂരിന്റെ നേതാവല്ലേ, അത് എവിടെ പോസ്റ്റർ എവിടെയും വരാം, എങ്ങനെയും വെക്കാം. അതിനകത്തൊക്കെ നിങ്ങൾ എന്തിനാ വിവാദം? ബാനറിലൊക്കെ പോസ്റ്ററൊക്കെ ഉണ്ട്. അത് പല ടൈപ്പ് പോസ്റ്റർ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് ജയന്ത് ദിനേശാണ് ഇതിനകത്ത് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത്. അത് നിങ്ങൾ എന്തെങ്കിലും ആക്കിയിട്ട് കൊണ്ടുവരണ്ട കേട്ടോ. ഈ സുധാകരന്റെ മാത്രം പോസ്റ്റർ വന്നതിലുള്ളൊരു അല്ല, നിങ്ങൾ ഇന്ന് രാവിലെ കൊടുത്ത റിപ്പോർട്ടർ ചാനലിൽ രാവിലെ കൊടുത്തൊക്കെ കണ്ടു. ഇവിടെ എന്തോ അട്ടിമറിയാൻ വേണ്ടി പോവാന്ന്. എന്തിനാ ഇങ്ങനെ കിടന്ന് മെനക്കെട്ടുന്നത്? അല്ല, അതല്ല ഞാൻ പറയുന്നത്. ഈ പോസ്റ്റർ സുധാകരന്റെ മാത്രം, മറ്റാരും കോൺഗ്രസ് നേതാക്കളല്ലാത്തോണ്ടാണോ? സുധാകരൻ മാത്രമാണോ നേതാവ്? സുധാകരൻ കണ്ണൂർ ജില്ലയിലെ മുൻ KPC പ്രസിഡന്റാണ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, കേരളത്തിലെ നേതാവാണ്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിന്റെ ഫോട്ടോ പോലും കാണുന്നില്ല. KPC പ്രസിഡന്റ് ഫോട്ടോ നിങ്ങൾ മോളിൽ കയറി നോക്ക്. അതെ, സുധാകരന്റെ ഫോട്ടോ മാത്രമാണ്. നിങ്ങൾക്ക് എന്താ കുഴപ്പം, എന്താ പ്രയാസം? എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്ന ആഗ്രഹിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും കണ്ണൂരിൽ നടക്കില്ല. ജയന്ത് ദിനേശാണ് അസംതൃപ്തി പ്രകടമാക്കി ഫേസ്ബുക്ക് പോസ്റ്റ് എത്ര പ്രയാസപ്പെട്ടില്ല. നേരത്തെ ഈ പരിപാടിയുടെ പോസ്റ്ററിൽ നിന്നും സുധാകരന്റെ ഫോട്ടോ ഒഴിവാക്കിയിരുന്നു. ഇത് ആ സമയം തന്നെ പാർട്ടിയിലുള്ളവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് സുധാകരൻ ഇനിയും തുടരുമെന്ന രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുള്ളത്. ഏറെ ചർച്ചകൾക്ക് തിരികൊളുത്തുകയും നേരത്തെയുള്ള പൊട്ടിത്തെറികളിൽ ആക്കം കൂട്ടിയുമാണ് ഇത്തവണ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുള്ളത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കൂത്തുപറമ്പ് കെട്ടിടം തകർന്ന് 2 പേർക്ക് പരിക്ക്. മൂരിയാട് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. കോൺക്രീറ്റ് നടത്തുന്നതിനിടെ 2ാം നിലയുടെ സൺഷെയ്ഡ് തകർന്നു വീഴുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂരിൽ ആംബുലൻസിന്റെ വഴിമുടക്കി ബൈക്ക് യാത്രക്കാരൻ. കുളത്തിൽ വീണ് ഗുരുതരാവസ്ഥയിലൂടെ 8 വയസ്സുകാരനെ വഹിച്ചുള്ള ആശുപത്രിയിലേക്കുള്ള യാത്രയിലാണ് യാത്രക്കാരൻ ആംബുലൻസിന്റെ വഴിമുടക്കിയത്. കണ്ണൂർ മേലെ ചുവ മുതൽ താഴെ ചുവ വരെ ആംബുലൻസിന് ഇയാൾ തടസ്സം സൃഷ്ടിച്ചു. വെന്റിലേറ്റർ സപ്പോർട്ടോടെയായിരുന്നു രോഗിയെ കൊണ്ടുപോയിരുന്നത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിൽ ആംബുലൻസ് ഡ്രൈവർ പരാതി നൽകി. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഇറങ്ങിയ അജ്ഞാതൻ കടലിൽ മുങ്ങി മരിച്ചു. ഞായറാഴ്ച വൈകിട്ട് 6:30യോടെ പയ്യാമ്പലം പുലിമുട്ട് ഭാഗത്തു നിന്നും കടലിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. 40 വയസ്സ് തോന്നിക്കുന്ന ഇയാൾ ഉത്തരേന്ത്യൻ സ്വദേശിയാണെന്ന് സംശയിക്കുന്നു. പിന്നീട് ഇയാളെ തിരയിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. ലൈഫ് ഗാർഡും തീരദേശ പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടെ രാത്രിയിൽ ക്ലബ്ബ് സുലൈമാനിക്ക് സമീപത്തെ കടൽ തീരത്താണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് രാത്രി മാറ്റി. ഇയാൾ തിരയിൽപ്പെടുന്നതിന്റെ മൊബൈൽ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ശക്തമായ മഴയും കാറ്റും കണക്കിലെടുത്ത് കടലിൽ ഇറങ്ങുന്നതിന് വിലക്കുണ്ടായിരുന്നു. എങ്കിലും ബീച്ചിൽ നിരവധി പേർ എത്തുകയും ചെയ്തിരുന്നു. അധികൃതരുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ഇറങ്ങിയതാണ് അപകടത്തിനിടയാക്കിയത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കോൺഗ്രസിൽ വീണ്ടും ചേരിതിരിവ്. സമരസംഗമം പരിപാടിയിൽ സുധാകര വിഭാഗം പ്രതിഷേധവുമായി രംഗത്ത്. ഇനിയും തുടരുമെന്ന് കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളും ഉയർത്തി. പ്രതികരിച്ച് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ. ഇരിട്ടി എടക്കാനത്ത് നാട്ടുകാർക്ക് നേരെ അക്രമം. ഷുഹൈബ് വധക്കേസ് പ്രതി ഉൾപ്പെടെ 15 പേർക്കെതിരെ കേസ്. സംഭവം റിവർ വ്യൂ പോയിന്റിൽ വാഹന പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമെന്ന് വിലയിരുത്തൽ.
പരോളിലിറങ്ങിയ കൊലക്കേസ് പ്രതി ബാലസംഘത്തിലെത്തി CPM പ്രവർത്തകൻ ടെൻഷൻ ശ്രീജിത്താണ് പരിപാടിക്കെത്തിയത്. പങ്കെടുത്തത് ധർമ്മടം നോർത്ത് വില്ലേജ് സമ്മേളനത്തിൽ BJP പ്രവർത്തകന്റെ കൊലക്കേസിലും ഇയാൾ പ്രതി. ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശനത്തിൽ CPM നേതാക്കൾ എത്തിയതും നേരത്തെ വിവാദത്തിൽ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇഞ്ചക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രിവാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. ഇരിട്ടി എടക്കാനം റിവർ വ്യൂ പോയിന്റിൽ പ്രദേശവാസികൾക്കെതിരെ ഗുണ്ടാസംഘത്തിന്റെ ആക്രമണം. ഷുഹൈബ് വധക്കേസ് പ്രതി ഉൾപ്പെടെ 15 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. 3 വാഹനങ്ങളിലായി ആയുധങ്ങളുമായി എത്തിയ ഗുണ്ടാസംഘത്തിന്റെ ആക്രമണത്തിൽ പ്രദേശവാസികളായ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചിലരെ വാഹനമിടിച്ച് അപായപ്പെടുത്താനും ശ്രമമുണ്ടായി. പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം. ഇരിട്ടിയിലെ ടൂറിസം കേന്ദ്രമായ എടക്കാനം റിവർ വ്യൂ പോയിന്റിൽ 3 വണ്ടികളിലെത്തിയാണ് പ്രദേശവാസികൾക്കെതിരെ അക്രമം നടത്തിയത്. ഇതിൽ എടയന്നൂർ ഷുഹൈബ് വധക്കേസ് പ്രതി ദീപ് ചന്ദ് ഉൾപ്പെടെ 15 പേർക്കെതിരെ ഇരിട്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം ഊർജിതമാക്കി. എടക്കാനം പ്രദേശവാസികൾക്കെതിരെയാണ് ആക്രമണം നടന്നത്. 3 വാഹനങ്ങളിലായി ആയുധങ്ങളുമായി എത്തിയ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിൽ പ്രദേശവാസികളായ 5 പേർക്കാണ് പരിക്കേറ്റത്. നമ്മുടെ നാട്ടുകാരുടെ ഒച്ചയായിട്ട് നമ്മൾ ഓടിപ്പോയത്. അന്നേരമാണ് ഒരു ഇന്നോക്കാരും പിന്നെ 2-3 വണ്ടി ഏതാണെന്ന് മനസ്സിലായി ഇവരുടായിരുന്നു. നമ്മളിപ്പോൾ ഇവരുടെ ഒച്ചയായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി വന്നിട്ട് നമ്മുടെ മേത്തേക്ക് ഞാനൊരു രഞ്ജിത്തുണ്ട്, നമ്മൾ രണ്ടാളുടെ മേത്തേക്ക് ഓടുന്നു. അപ്പോൾ രഞ്ജിത്ത് അങ്ങോട്ടേക്ക് മറിഞ്ഞു വീണ് ഞാൻ ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്തു. ഭാഗ്യത്തിന് ഇത്രയേ കൊണ്ടു. പിന്നെ റിട്ടേൺ വരുമ്പോഴാണ് ഈ രഞ്ജിത്തിൻ്റെ മേത്തേക്ക് വണ്ടി കൊണ്ട് കയറ്റാൻ നോക്കുമ്പോഴാണ് ഞാൻ രഞ്ജിത്തിനെ പിടിച്ച് വലിച്ച് വണ്ടി കുറച്ച് നമുക്ക് സ്വാഭാവികം അങ്ങനെ തോന്നാം എന്തെങ്കിലും ചെയ്യാം. അന്നേരമായി വണ്ടി ഇടിച്ചിട്ട് ഇങ്ങനെ കൈ കുടിക്കാൻ പറ്റും. അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. ചിലരെ വാഹനമിടിച്ച് അപായപ്പെടുത്താനും ശ്രമമുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ ഷാജി കുറ്റിയാടൻ, KK സുജിത്ത്, RV സതീശൻ, K ജിതേഷ്, P രഞ്ജിത്ത് എന്നിവരെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുറമെ നിന്നും എത്തിയ സംഘമാണ് അക്രമം അഴിച്ചുവിട്ടത്. നമ്മളെ വ്യൂ പോയിന്റിലാണ് നിൽക്കുമ്പോൾ ഞാനും ഇവരും നമ്മുടെ ഫ്രണ്ട് വിദേശം ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് വട്ടാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു 3 വണ്ടിയിൽ 6 ആൾക്കാർ വന്നിട്ട് അടിക്കുകയും ചെയ്തു. എന്താണ് പ്രശ്നം എന്നുള്ളതും അനക്കൊന്നും വ്യക്തതയില്ല. അവർ വന്ന് പിന്നെ വലിയ വടിവാളുണ്ടായിരുന്നു, കമ്പിപ്പാര ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ ഇടിക്കട്ടി ഉണ്ടായിരുന്നു. ഇടിക്കട്ടി ഉപയോഗിച്ച് എൻ്റെ കൂടെ അടിച്ച് അപ്പോൾ ഇവൻ്റെ വീട്ടിലേക്ക് അടുത്തന്നെയാണ്. ഞാനും ഇവനും
ചെതറിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് ഓടുമ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് വടിവാലെടുത്ത് വീശി എന്നിട്ട് അവൻ്റെ പെങ്ങളെ പിന്നെ മാറിക്ക് അവൻ്റെ കൊല്ലുന്നുണ്ട് വീശി പഠിക്കും ആർക്കും കുറേ മിനിറ്റ് അടിക്കും അതൊക്കെ തല പിരിത്തിട്ട് എന്താ ഏതാന്നുള്ള വേദന ഇപ്പോൾ എവിടുന്നാന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവർ 3 വണ്ടിയിലെ ആൾക്കാർ വന്നിട്ടുള്ളത് ഒരു വണ്ടി അടക്കാണത്തിന് മറിഞ്ഞിട്ടുണ്ട് പോലും, അവർ വണ്ടി അടക്കാണത്തിന് മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം കിട്ടിയത്. നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സംഭവം? വീടിൻ്റെ മുന്നിൽ ഒരു വെർജി പോയിന്റിലൊക്കെ നിലവിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളാണ്. ആ വീടിൻ്റെ മുന്നിലാണ് നമ്മൾ നിന്നത്. ഇവർ സഞ്ചരിച്ച വാഹനങ്ങളിലൊന്ന് എടക്കാനത്ത് അപകടമുണ്ടാക്കി. ഇന്നോവ അടക്കമുള്ള വാഹനങ്ങൾ കൊണ്ട് പ്രദേശവാസികളെ അപായപ്പെടുത്താനും നീക്കമുണ്ടായി. ഇതിൽ 2 പേർക്ക് പരിക്കേറ്റു. വീടിന് സമീപം നിൽക്കുകയായിരുന്ന പലരും തലനാരിഴക്കാണ് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത്. അക്രമത്തിന് കാരണം എന്തെന്ന് ഇതുവരെ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രതികൾ പ്രദേശവാസികളെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA പൊതുവിദ്യാലയങ്ങളിലെ പ്രൈമറി വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകർക്ക് ട്വിങ്കിൾസ് ഇംഗ്ലീഷ് എന്ന പേരിൽ പരിശീലനം സംഘടിപ്പിച്ചു. കണ്ണൂർ സുശീല ഗോപാലൻ സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടി KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KC സുധീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ മാതൃഭാഷയിൽ തന്നെ പഠനം ആരംഭിക്കുന്നതോടൊപ്പം ഇംഗ്ലീഷ് ഭാഷയിലും പ്രാവീണ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് KSTA സംസ്ഥാന അക്കാദമിക് സബ് കമ്മിറ്റി പ്രൈമറി വിഭാഗം അധ്യാപകർക്ക് ഇംഗ്ലീഷ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതുവഴി പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ ആകർഷണീയമാക്കുകയും അശാസ്ത്രീയമായ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെയുള്ള പോരാട്ടവുമാണ് KSTA-യുടെ ലക്ഷ്യം. ട്വിങ്കിൾ ഇംഗ്ലീഷ് എന്ന പേരിൽ പ്രത്യേക പ്രവർത്തന പരിപാടിയും മൊഡ്യൂളും തയ്യാറാക്കിയാണ് ജില്ലാതലത്തിൽ പരിശീലനം നൽകുന്നത്. അധ്യാപക രംഗത്തെ പ്രമുഖരായ ഡോക്ടർ PK ജയരാജ്, മിത്തു തിമോത്തി എന്നിവരാണ് കണ്ണൂർ ജില്ലാ പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. A.K. Gopalan speaks, Nehru runs away to the parliament and comes and listens to A.K. Gopalan. And A.K. Gopalan, see, you know, he has got only 8th standard education. He's a trade union leader. He worked with the people, but he speaks good English, not Oxford English. So then these people asked him, all these KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KC സുധീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം K രഞ്ജിത്ത്, ജില്ലാ ഭാരവാഹികളായ VV വിനോദ്, P അജിത, KV ദീപേഷ്, CK ബിജേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KC സുനിൽ സ്വാഗതവും ജില്ലാ അക്കാദമിക് കമ്മിറ്റി കൺവീനർ KP മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള പരീക്ഷയായ കീം റാങ്ക് പട്ടിക ഹൈക്കോടതി റദ്ദാക്കിയത് പ്രവേശനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്നതാണെന്ന് ISM കണ്ണൂർ ജില്ലാ യൂത്ത് അലൈവ് സംഗമത്തിലാണ് അഭിപ്രായം വന്നത്. പരിപാടി KNM ജില്ലാ ട്രഷറർ ഡോക്ടർ AA ബഷീർ ഉദ്ഘാടനം ചെയ്തു. വേണ്ടത്ര പഠനം നടത്താതെ ഉണ്ടാക്കുന്ന ഇത്തരം പരീക്ഷണങ്ങളും വിവാദങ്ങളും പൊതുവിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ പഠിച്ചു വന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കാൻ ഇടയാക്കുമെന്നും സ്വകാര്യ ലോബിയെ സഹായിക്കാനും അന്യസംസ്ഥാനങ്ങളിൽ കേരള വിദ്യാർത്ഥികൾ ഒഴുകാനും ഇത് ഇടയാക്കുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. മുസ്ലിം സമ്പ്രദായത്തിലെ ഒരു ചെറുവിഭാഗത്തിന്റെ വൈകാരിക പ്രകോപനങ്ങളെ മുൻനിർത്തി മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്ന നിലപാട് രാഷ്ട്രീയ നേതാക്കൾ അവസാനിപ്പിക്കണമെന്നും ISM കണ്ണൂർ ജില്ലാ യൂത്ത് അലൈവ് സംഗമം ആവശ്യപ്പെട്ടു. ISM കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അക്രം COT അധ്യക്ഷത വഹിച്ചു. റഹ്മത്തുള്ള സ്വലാഹി, K നിസാമുദ്ദീൻ, ഹാഫിസ് റഹ്മാൻ പുത്തൂർ, ഷംസീർ കൈതേരി, സഫ്വാൻ ചാലാട്, റാഷിദ് മുണ്ടേരി, ഫസലുർ റഹ്മാൻ ഏഴം, നിഷാൻ ടെമ്മിടോൺ, നൌഫൽ പാപ്പിനിശ്ശേരി, ജലീസ് സ്വലാഹി, ഹുസൈൻ ഉളിക്കൽ, ഷംസുദ്ദീൻ ഇരിക്കൂർ, ജാബിർ കടബത്തൂർ, ഷഫീഖ് അഹമ്മദ് സദാദ് മദനി, ആരിഫ് നടുവിൽ, ബാസിൽ കൈതേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ദീനുൽ ഇസ്ലാം സഭ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ വിദ്യാർത്ഥികളുടെ അലുമിനി സംഗമം ഓർമ്മകളുടെ തീരം സ്കൂളിൽ നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ നിർവഹിച്ചു. ഏറ്റവും സന്തോഷമുള്ള ഒരു കാലഘട്ടം അതേതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റ വാക്കിൽ പറയാൻ കഴിയുക എൻ്റെ സ്കൂൾ വിദ്യാർത്ഥി കാലഘട്ടമെന്നാണ്. കാരണം ഒന്നും ചിന്തിക്കേണ്ടാത്ത ഒരു കാലഘട്ടം. രാവിലെ സ്കൂൾ കൺവീനർ അൽതാഫ് മാങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ രാമകൃഷ്ണൻ PP തന്റെ സന്തോഷം പങ്കുവച്ചതോടൊപ്പം വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾക്കും സ്കൂളിന്റെ വളർച്ചയ്ക്കും ആഹ്ലാദം രേഖപ്പെടുത്തി.
Initially we are getting primary education, high school education, and secondary, then different colleges. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മിസ് സീനത്ത്, അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ മിസ് സുജറിയ ചേർന്ന് അലുമിനി കമ്മിറ്റിയെ അഭിനന്ദിച്ചു. വിവിധ തലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കുചേർന്നു. ഏകദേശം 400-ൽ പരം വിദ്യാർത്ഥികൾ റീയൂണിയൻ പരിപാടിയിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി. സ്കൂൾ അധ്യാപകരോടൊപ്പം ഓർമ്മകളിലേക്കുള്ള ഒരു മനോഹര യാത്രയായി മീറ്റപ്പ് മാറി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. CPM-ന്റെ പോഷക സംഘടനയായ ബാലസംഘം സമ്മേളനത്തിൽ കൊലക്കേസ് പ്രതി പങ്കെടുത്തത് വിവാദമാകുന്നു. ബാലസംഘം ധർമ്മടം നോർത്ത് വില്ലേജ് സമ്മേളനത്തിലാണ് കൊലക്കേസ് പ്രതി എത്തിയത്. കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ടെൻഷൻ ശ്രീജിത്ത് എന്ന തെക്കേ കണ്ണോളി വീട്ടിൽ ശ്രീജിത്താണ് സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത്. മലയാളത്തിലെ മുത്തുകൾ സ്നേഹത്തിൻ ഗാഥകൾ പാടാനായി മനസ്സിന്റെ ചെപ്പ് തുറന്നാണ് അതാണ് ആ വരികൾ പാടുന്നത്. അന്നത്തെ നമ്മുടെ പാട്ട് വരി ഈടെങ്ങനെയാണ്? കേരള നാട്ടിലെ കുട്ടികളെ മലയാളത്തിലെ മുത്തുകളെ. തലശ്ശേരിയിലെ BJP പ്രവർത്തകൻ നിഖിൽ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ് കണ്ണോളി വീട്ടിൽ ശ്രീജിത്ത്. കുന്നോത്തുപറമ്പിലെ BJP പ്രവർത്തകൻ KC രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 4ാം പ്രതി കൂടിയാണ്. കൂടാതെ നാദാപുരം അസ്ലം വധക്കേസിലും ശ്രീജിത്ത് പ്രതിയാണ്. ഇയാളുടെ വീടിന്റെ പാലുകാച്ചിന് CPM നേതാക്കളായ P ജയരാജൻ, MV ജയരാജൻ എന്നിവർ എത്തിയത് നേരത്തെ വിവാദമായിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഗുരുവിന്റെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ ദുഃഖവിമോചനം സാധ്യമാവുകയുള്ളൂവെന്ന് സ്വാമി അമൃതകൃപാനന്ദപുരി. കണ്ണൂർ പനങ്കാവ് മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഗുരുപൂർണിമ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ഗുരുപൂർണിമ സന്ദേശത്തിൽ സംസാരിക്കുകയായിരുന്നു മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി. പനങ്കാവ് മാതാ അമൃതാനന്ദമയി മഠത്തിൽ വിപുലമായ പരിപാടികളോടെ ഗുരുപൂർണിമ ആഘോഷിച്ചു. രാവിലെ 7 മണിക്ക് മഹാഗണപതി ഹോമത്തോടുകൂടി ചടങ്ങിന് തുടക്കമായി. തുടർന്ന് മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരിയുടെ കാർമ്മികത്വത്തിൽ ഗുരുപാദുക പൂജ, ഗുരുപൂർണിമ സന്ദേശം, ഭജന, ബ്രഹ്മചാരിണി മിനിയുടെ കാർമ്മികത്വത്തിൽ ഗുരുഹോമം എന്നിവയും നടന്നു. നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്താൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന പരിപാടികൾക്ക് അമൃതപ്രസാദത്തോടെ സമാപനമായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഴീക്കോട് നോർത്ത് യൂണിറ്റ് കൺവെൻഷനും 2025-26 വർഷത്തെ പുതിയ മെമ്പർമാരെ ആദരിക്കലും സംഘടിപ്പിച്ചു. കണ്ണൂർ ബ്ലോക്ക് സെക്രട്ടറി KV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമ്മേളനം കൈക്കൊണ്ട തീരുമാനങ്ങളും കൺവെൻഷനിൽ വിശദീകരിച്ചു. പെൻഷൻകാരുടെ മക്കൾ, പേരക്കുട്ടികൾ എന്നിവരിൽ ഇക്കഴിഞ്ഞ SSLC, CBSE, 10ാം തരം, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവർക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു. പ്രസിഡന്റ് E. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുതിയ മെമ്പർമാരെ സ്വീകരിക്കലും കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും മുതിർന്ന പെൻഷൻകാരെ ആദരിക്കലും കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് K. ശ്രീധരൻ മാസ്റ്റർ നിർവഹിച്ചു. ജോയിന്റ് സെക്രട്ടറി ശ്രീലത ടീച്ചർ, കുമാരി K തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കുറ്റികക മുനമ്പ് EMS സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്രദേശത്തെ SSLC, +2, USS, LSS ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KV ബിജു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാലഘട്ടം നിങ്ങളുടെ മനസ്സിനെ അങ്ങനെ മാറ്റിയെടുക്കുകയാണ്. പ്രതികരണശേഷി നഷ്ടപ്പെട്ട, ഒന്നിനോടും സംവദിക്കാതെ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയും ഒന്നും മിണ്ടാതെ, ഉരിയിടാതെ ഞാനെന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് ജീവിക്കാൻ വേണ്ടി പെടുന്ന പാദത്തിലേക്ക് ഓരോ മനുഷ്യനെയും മാറ്റുക എന്നത് വർത്തമാനകാലത്തെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ, അരാഷ്ട്രീയവാദത്തിൻ്റെ ഏറ്റവും കൃത്യമായ ഇടപെടലുകളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കുറ്റം പറയുന്നേ ഇല്ല. ഞാനും നിങ്ങളും ജീവിക്കുന്ന സമൂഹത്തെ അങ്ങനെ മാറ്റുക എന്നതാണ് ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടറി AK രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സുരേന്ദ്രനാഥൻ ബാബു ഉപഹാരം നൽകി. പാട്യം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ കോമത്ത്, സീനിയർ സിറ്റിസൺ ഫോറം വൈസ് പ്രസിഡന്റ് KV രേവതി, CM ചന്ദ്രൻ, എക്സ് സർവീസസ് ലീഗ് കതിരൂർ യൂണിറ്റ് സെക്രട്ടറി KK അനിൽ, CM ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. CMP ശ്രീകണ്ഠാപുരം ഏരിയ സമ്മേളനം നടന്നു. ശ്രീകണ്ഠാപുരം നിടിയങ്ങ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് CMP ജില്ലാ സെക്രട്ടറി P. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തത്. MV രാഘവൻ തുടങ്ങിവെച്ച CMP എന്ന പ്രസ്ഥാനവും നിലപാടുകളും രാഷ്ട്രീയ രംഗത്ത് അനിവാര്യമായ കാലഘട്ടമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു.
ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് സിഎംപി സിന്ദാബാദ് സിഎംപി സിന്ദാബാദ് സിഎംപി സിന്ദാബാദ് സിഎംപി സിന്ദാബാദ് ഏരിയ സമ്മേളന സിന്ദാബാദ് ഏരിയ സമ്മേളന സിന്ദാബാദ് സിഎംപി സിന്ദാബാദ് സിഎംപി സിന്ദാബാദ് എംവിആർ സിന്ദാബാദ് എംവിആർ സിന്ദാബാദ്. നിരവധിയായിട്ടുള്ള സഖാക്കളുടെ പാർട്ടി പ്രവർത്തകന്മാരുടെ നിസ്വാർത്ഥമായ പാർട്ടി പ്രവർത്തകന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും നിസ്വാർത്ഥമായ പ്രവർത്തനവും അവരുടെ ത്യാഗോജ്വലവുമായ സമരോത്സുകതയും സമർപ്പണവുമാണ് ഇനി പാർട്ടിയെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 19 വർഷമായി ഞങ്ങൾ പാർലമെന്റിൽ രംഗത്ത് 2006 MVR MLA ആയി ഒഴിഞ്ഞതിന് ശേഷം CMPക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമില്ല. അങ്ങനെ പാർലമെന്ററി രംഗത്ത് പ്രാതിനിധ്യമില്ലാതെ ഒരു പാർട്ടി സമൂഹത്തിൽ ഇടപെടുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തങ്ങളാൽ കഴിയും വിധം പ്രവർത്തിക്കുകയും ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നിർഭയമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന എം വി രാഘവൻ തുടങ്ങിവെച്ച CMP എന്ന പ്രസ്ഥാനവും നിലപാടുകളും രാഷ്ട്രീയ രംഗത്ത് അനിവാര്യമായ കാലഘട്ടമാണിതെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒഴിച്ചുകൂടാനാവാത്ത ശക്തിയായി പാർട്ടി മാറിയെന്നും സർവ്വമേഖലയിലും പരാജയപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാരിനെ താഴെയിറക്കാൻ CMP പ്രവർത്തകർ ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്നും P. സുനിൽകുമാർ പറഞ്ഞു. മുതിർന്ന CMP നേതാവ് ഗോപാലൻ കാഞ്ഞിലേരി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. രക്തസാക്ഷി പ്രമേയം M. ഗോപിയും അനുശോചന പ്രമേയം വിജയൻ കാഞ്ഞിലേരിയും അവതരിപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ട് ഗോപി കാഞ്ഞിലേരി അവതരിപ്പിച്ചു. മലപ്പട്ടത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ മുന്നോട്ട് വന്ന യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് ബ്ലോക്ക് സെക്രട്ടറി മലപ്പട്ടത്തെ PR സനീഷിനെ ജില്ലാ സെക്രട്ടറി P. സുനിൽകുമാർ പൊന്നാടയണിയിച്ചു. CMPയുമായി ചേർന്ന് പ്രവർത്തിക്കാനെത്തിയവരെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. CMP ശ്രീകണ്ഠാപുരം ഏരിയ ജോയിന്റ് സെക്രട്ടറി CP ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. CMP ജില്ലാ ജോയിന്റ് സെക്രട്ടറി B. സജിത് ലാൽ, യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് ബ്ലോക്ക് സെക്രട്ടറി മലപ്പട്ടത്തെ PR സനീഷ്, മുസ്ലിം ലീഗ് നേതാവ് K. സലാഹുദ്ദീൻ, CMP ശ്രീകണ്ഠാപുരം ഏരിയ സെക്രട്ടറി VN അഷറഫ്, ജില്ലാ കമ്മിറ്റി അംഗം K. സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗോപാലൻ കാഞ്ഞിലേരി, മഞ്ഞേരി കൃഷ്ണൻ, കുഞ്ഞൻ പയ്യാവൂർ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി ന്യൂസ് കണ്ണൂർ. തദ്ദേശ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിണറായി പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി കാറിൽ സൂക്ഷിച്ച നിരോധിത 1/2 ക്വിന്റലിലധികം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. ചെക്കിക്കുരി പാലത്തിന് സമീപമുള്ള കല്ലൻഡവിടെ മുസ്തഫയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്നാണ് പ്ലാസ്റ്റിക്കുകൾ പിടിച്ചെടുത്തത്. 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് പിണറായി ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി. ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ, ഗാർബേജ് ബാഗുകൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. പിണറായി ചെക്കിക്കുനി പാലത്തിന് സമീപമുള്ള കൊല്ലന്റിവിട മുസ്തഫയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട 2 വാഹനങ്ങളിൽ നിന്നാണ് 1/2 ക്വിന്റലിൽ അധികം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചെടുത്തത്. പിണറായി, മുഴപ്പിലങ്ങാട്, തലശ്ശേരി ഭാഗങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിലും കാറുകളിലുമായി കടകളിൽ നേരിട്ട് നിരോധിത ക്യാരി ബാഗുകൾ ആവശ്യാനുസരണം എത്തിക്കുന്ന വ്യക്തികളെ 1 മാസത്തിലേറെയായി സ്ക്വാഡ് നിരീക്ഷിച്ചു വരികയായിരുന്നു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ഏജൻസികളാണ് രഹസ്യമായി ഇത്തരക്കാർക്ക് നിരോധിത ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത്. പിടിച്ചെടുത്ത നിരോധിത വസ്തുക്കൾ MCFലേക്ക് മാറ്റി. 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് പിണറായി ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി. M. ലിജിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കോൺഗ്രസിൽ വീണ്ടും ചേരിതിരിവ്. സമരസംഗമം പരിപാടിയിൽ സുധാകര വിഭാഗം പ്രതിഷേധവുമായി രംഗത്ത്. ഇനിയും തുടരുമെന്ന് കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളും ഉയർത്തി. പ്രതികരിച്ച് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ. ഇരിട്ടി എടക്കാനത്ത് നാട്ടുകാർക്ക് നേരെ അക്രമം. ഷുഹൈബ് വധക്കേസ് പ്രതി ഉൾപ്പെടെ 15 പേർക്കെതിരെ കേസ്. സംഭവം റിവർ വ്യൂ പോയിന്റിൽ വാഹന പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമെന്ന് വിലയിരുത്തൽ. പരോളിലിറങ്ങിയ കൊലക്കേസ് പ്രതി ബാലസംഘത്തിലെത്തി. CPM പ്രവർത്തകൻ ടെൻഷൻ ശ്രീജിത്താണ് പരിപാടിക്കെത്തിയത്. പങ്കെടുത്തത് ധർമ്മടം നോർത്ത് വില്ലേജ് സമ്മേളനത്തിൽ. BJP പ്രവർത്തകന്റെ കൊലക്കേസിലും ഇയാൾ പ്രതി. ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശനത്തിൽ CPM നേതാക്കൾ എത്തിയതും നേരത്തെ വിവാദത്തിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.